Hi students, in this session we will discuss memory organization of 8051. Memory organization defines how memory space is organized for a microprocessor or microcontroller. So in this context we can say that 8051 memory organization is how 8051 is handle its memory space. For example, 8051 uses built-in ROM space and RAM space. So normally memory consists of two types. Memories are two types, RAM and ROM. In 8085 it has ROM, built-in ROM and built-in RAM space. ROM is used for storing programs or code and RAM is used for data. So this is the context. So നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. അപ്പം ഇവിടെ എഴുതിയിട്ടുണ്ട് നമ്മൾ റാൻഡം ആക്സസ് മെമ്മറി വിച്ച് ഇസ് എ വോളറ്റൈൽ മെമ്മറി. വോളറ്റൈൽ മെമ്മറി എന്ന് പറഞ്ഞാൽ സപ്ലൈ പോകുന്ന സമയത്ത് അതിൻ്റെ കണ്ടൻറ്റ് പോകുന്നതാണ് ആക്ച്വലി. അതുകൊണ്ടാണ് അതിന് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. റോം പ്രോഗ്രാം മെമ്മറി ആയിട്ട് യൂസ് ചെയ്യുന്നത്. നോൺ വോളറ്റൈലാണ്. സപ്ലൈ പോയാലും അതിൻ്റെ കണ്ടൻറ്റ് പോകില്ല. അപ്പം സപ്ലൈ പോയി കഴിഞ്ഞാലും റോമിനകത്ത് പ്രോഗ്രാം എന്തുണ്ടാകും, ഉണ്ടാകും. സോ 8051 മെമ്മറി ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ 8051 എങ്ങനെ മെമ്മറി സ്പേസ് യൂട്ടിലൈസ് ചെയ്യുന്നു, എത്രയൊക്കെയാണ് പ്രോഗ്രാമിന് വേണ്ടി യൂസ് ചെയ്യുന്നത്, എത്രയൊക്കെയാണ് ഡാറ്റയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്, അത് ഏതൊക്കെയാണ്, എവിടെ മുതൽ എവിടെ വരെ മെമ്മറി റോം യൂസ് ചെയ്യുന്നത്, എവിടെ മുതൽ എവിടെ വരെ റാം യൂസ് ചെയ്യുന്നത് എന്നൊക്കെയാണ് ആക്ച്വലി മെമ്മറി ഓർഗനൈസേഷനകത്ത് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. സോ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സ്റ്റഡി ചെയ്യാം. ബിഫോർ ഗോയിങ് ടു the detailed study of 8051 memory organization, we should know microcontroller or microprocessor are divided into two type of architecture based on its memory organization, or memory based on its memory. മെമ്മറി എങ്ങനെ ഈ ഹാൻഡിൽ ചെയ്യുന്നതനുസരിച്ചിട്ട് മൈക്രോ കൺട്രോളറിനെ അല്ലെങ്കിൽ മൈക്രോ പ്രൊസസ്സറിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ദറ്റ് ഈസ് വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ അല്ലെങ്കിൽ പ്രിൻസ്റ്റൺ ആർക്കിടെക്ചർ ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഹാർവാർഡ് ആർക്കിടെക്ചർ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ സെമസ്റ്ററിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് സെക്കൻഡ് സെഷനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ, എന്താണ് ഹാർവാർഡ് ആർക്കിടെക്ചർ എന്നാണ്. വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ ഓർ പ്രിൻസ്റ്റൺ ആർക്കിടെക്ചർ സെയിം ആണ്. ആൻഡ് ഹാർവാർഡ് ആർക്കിടെക്ചർ എന്ന് പറയുന്ന ഈ രണ്ട് ആർക്കിടെക്ചർ മെമ്മറിനെ ബേസ് ചെയ്തിട്ടാണ് ഇങ്ങനെ രണ്ട് ആർക്കിടെക്ചറായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. എന്താണ് നമുക്ക് നോക്കാം. A von Neumann architecture or Princeton architecture is a computer architecture where the program and the instructions are stored in the same memory. പ്രോഗ്രാമും അല്ലെങ്കിൽ കോഡും അതിന് വേണ്ട ഡാറ്റയും ഒരേ മെമ്മറിയിലാണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ ആ ടൈപ്പ് ആർക്കിടെക്ചറിനാണ് നമ്മൾ എന്ത് പറയുന്നത്, വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ നോക്കി നോക്കൂ, ഇതാണ് മെമ്മറി യൂണിറ്റ് എന്ന് പറയുന്നത്. ഈ മെമ്മറി യൂണിറ്റിനകത്ത് ഡാറ്റ നമ്മൾ യൂസ് ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നു, അതേപോലെ തന്നെ പ്രോഗ്രാം സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ ഈ ടൈപ്പ് ഓർഗനൈസേഷനെയാണ് ആക്ച്വലി എന്ത് പറയുന്നത്, വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ സിൻസ് ഇൻസ്ട്രക്ഷൻ മെമ്മറി ആൻഡ് ഡാറ്റ മെമ്മറി ആർ സെയിം, ദി പ്രോസസ്സർ ഓർ CPU cannot access both instructions and data at the same time as they are uses a single bus. ഒരു സിംഗിൾ ബസ്സാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ സിംഗിൾ ബസ്സാണ് നമ്മൾ ഡാറ്റയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതെങ്കിൽ, റീഡ് ചെയ്യാനും റൈറ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരേ ഒരു മെമ്മറിയിലാണ് ഡാറ്റയും അതിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമും അതിന് വേണ്ടിയിട്ടുള്ള ഡാറ്റയും സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രോഗ്രാമും അതിന് വേണ്ട ഡാറ്റയും സൈമൾട്ടേനിയസ്ലി എന്ത് ചെയ്യാൻ പറ്റില്ല, റീഡ് ചെയ്യാൻ പറ്റില്ല. ഇതാണ് ഒരു ഡ്രോബാക്ക്. ഏതിൻ്റെ, വോൺ ന്യൂമാൻ ആർക്കിടെക്ചറിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ. മനസ്സിലാണ്ട് പറഞ്ഞത് നമ്മൾ 8085 വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ ബേസ്ഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും 2000 നമ്മൾ എന്ത് സ്റ്റോർ ചെയ്യുന്നു, 2000 ഓൺവേർഡ്സ് നമ്മൾ പ്രോഗ്രാം സ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള ഡാറ്റ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് 3000 3500 ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ആഡ് ടു നമ്പേഴ്സ് എന്നുള്ള പ്രോഗ്രാം LDA 3500, LDA 3501, add
എ ബി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എഴുതുന്ന ഈ ഒരു ഇൻസ്ട്രക്ഷനെയാണ് നമ്മൾ എന്താ പറയുന്നത് പ്രോഗ്രാം എന്ന് പറയുന്നത് അല്ലെങ്കിൽ കോഡ് എന്ന് പറയുന്നത്. ഈ ഇൻസ്ട്രക്ഷനെ സ്റ്റോർ ചെയ്യുന്നത് നമ്മൾ 2000 എന്ന് പറഞ്ഞ ഒരു മെമ്മറിയിലാണെന്നുണ്ടെങ്കിൽ 2000 മെമ്മറി ഓൺവേർഡ്സ് ആണെങ്കിൽ അതിനുവേണ്ടി ഡാറ്റ ഈ പറഞ്ഞ രണ്ട് നമ്പർ 20യും 30യും നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ആ സെയിം മെമ്മറി തന്നെയാണ്. പക്ഷേ ലൊക്കേഷൻസ് ഡിഫറെൻ്റ് ആണെന്നേ ഉള്ളൂ. ഒരു സെയിം മെമ്മറി മൊഡ്യൂളിനകത്താണ് നമ്മളത് കീപ്പ് ചെയ്യുന്നത്. ഇവിടുത്തെ പോലെ തന്നെ ഒരൊറ്റ ബ്ലോക്കിനകത്താണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആർക്കിടെക്ചറാണ് ആക്ച്വലി എന്ന് പറയുന്നത് വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ എന്നാണ്. ഇപ്പോൾ 8085 നമ്മൾ വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ ബേസ്ഡ് ആയിരുന്നു. കാരണം കഴിഞ്ഞ സെമസ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദെൻ വാട്ട് ഈസ് പ്രിൻസ്റ്റൺ ആർക്കിടെക്ചർ. അപ്പോൾ അതെന്തായിരിക്കും, ഹാർവാർഡ് ആർക്കിടെക്ചർ എന്തായിരിക്കും? ഇൻ ഹാർവാർഡ് ആർക്കിടെക്ചർ data and programs are stored in separate memory. As shown in the figure, data memory is used to store the data, and program memory is used for storing program, and these two memories are different unit. ഇത് രണ്ടും എന്താണ്, ഡിഫറെൻറ്റ് യൂണിറ്റ് ആണ്. അപ്പം ഡിഫറെൻറ്റ് ടൈപ്പ് എന്താ പറയുക സെയിം ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ രണ്ട് മെമ്മറീനെ നമുക്ക് വേണമെങ്കിൽ ആക്സസ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇൻ ഹാർവാർഡ് ആർക്കിടെക്ചർ in context to von Neumann architecture uses a separate memory for instruction and data. ഇൻസ്ട്രക്ഷനും ഡാറ്റയ്ക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സെപ്പറേറ്റ് പിന്നെ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, മെമ്മറി യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡാറ്റയും പിന്നെ അതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രോഗ്രാമും അതിന് വേണ്ടിയിട്ടുള്ള ഡാറ്റയും നമ്മൾ എന്തായിരിക്കും രണ്ട് ഐസൊലേറ്റഡ് ആയിട്ടുള്ള മെമ്മറിയിലാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായിരിക്കും ഡാറ്റയും പ്രോഗ്രാം നമുക്ക് സൈമൾട്ടേനിയസ്ലി എന്ത് ചെയ്യാൻ പറ്റും, റീഡ് ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല ഇവിടെ ഡാറ്റ സെക്യൂരിറ്റി എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. നമുക്കിപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2000-നകത്ത് നമ്മൾ ഒരു പ്രോഗ്രാം എഴുതി, ആ പ്രോഗ്രാമിൻ്റെ റിസൾട്ട് സ്റ്റോർ ചെയ്യുന്നത് 2010-ലാണെന്ന് വിചാരിക്കാം. അപ്പം 2010 കഴിഞ്ഞിട്ടും പ്രോഗ്രാം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ 2010-ൻ്റെ മുകളിൽ എന്ത് ചെയ്തു പോകും, ആ പ്രോഗ്രാമിൻ്റെ മുകളിൽ നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്ത് ചെയ്യും, ഓവർ റൈറ്റ് ചെയ്തു പോകും. സോ പ്രോഗ്രാമിൽ തന്നെ എന്ത് ചെയ്തു പോകും, മോഡിഫൈ ചെയ്തു പോകും. നമുക്കിവിടെ അതുകൊണ്ട് തന്നെ പറയാം ഡാറ്റ സെക്യൂരിറ്റി ഇതിനകത്ത് കുറവാണ്, വോൺ ന്യൂമാൻ ആർക്കിടെക്ചറിനകത്ത് കുറവാണ്. സോ ഹാർവാർഡ് ആർക്കിടെക്ചർ പ്രൊവൈഡ്സ് മോർ ഡാറ്റ സെക്യൂരിറ്റി, ആൻഡ് ഇൻ ദിസ് ആർക്കിടെക്ചർ വി ക്യാൻ ആക്സസ് ഡാറ്റ ആൻഡ് കോഡ് സൈമൾട്ടേനിയസ്ലി. അപ്പോൾ ഇത് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ 51 എന്ന് പറയുന്നത് നമ്മളെ പ്രോഗ്രാം 8051 എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഈ ഒരു ആർക്കിടെക്ചറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ 8051-നകത്ത് എന്തായിരിക്കും ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതും പ്രോഗ്രാം സ്റ്റോർ ചെയ്യുന്നതും എന്തായിരിക്കും ഡിഫറെൻറ്റ് മെമ്മറിക്കകത്താണ്. അതുകൊണ്ട് തന്നെ അത് ഫോളോ ചെയ്യുന്നത് ഏത് ആർക്കിടെക്ചറാന്ന് പറയാം, ഹാർവാർഡ് ആർക്കിടെക്ചറാന്ന് പറയാം. ഇനി 8051-നകത്ത് എൻ്റെ മെമ്മറി ഓർഗനൈസേഷൻ എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. 8085 microcontroller memory is separated in program memory ROM and data memory RAM. പ്രോഗ്രാം സ്റ്റോർ ചെയ്യുന്നത് റോമിലാണ്, ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് എന്തിനായിരിക്കും, റാമിനകത്തായിരിക്കും. നമുക്കറിയാം റോം എന്ന് പറഞ്ഞാൽ നോൺ വോളട്ടൈലാണ്, മറ്റേത് റാം എന്ന് പറഞ്ഞാൽ വോളട്ടൈലാണ്. സപ്ലൈ പോകുമ്പോൾ അതിൻ്റെ കണ്ടന്റ് എന്തായിരിക്കും പോകും. പക്ഷേ പ്രോഗ്രാം നമ്മളിവിടെ സ്റ്റോർ ചെയ്യുന്നത് റോമിനകത്താണ്, അത് നോൺ വോളട്ടൈലാണ്. ഇവിടെ റോം എന്ന് പറഞ്ഞാൽ റീഡ് ഓൺലി മെമ്മറിയാണ്. അപ്പോൾ എങ്ങനെ സ്റ്റോർ ചെയ്യാം എന്നുള്ളൊരു ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത് പെർമനൻറ്റ് റോമല്ല, അല്ലെങ്കിൽ പ്രോമല്ല, ഇത് ആക്ച്വലി ഇലക്ട്രിക്കലി ഇറേസിബിൾ പ്രോം. ഈ പ്രോമോ ഈ സ്ക്വാഡ് പ്രോമോ അല്ലെങ്കിൽ ഫ്ലാഷ് മെമ്മറി ഒക്കെയാണ് യൂസ് ചെയ്യുന്നത് ഈ ടൈപ്പ് മൈക്രോ കൺട്രോളറിനകത്ത്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഫീച്ചേഴ്സിനകത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പ്രോഗ്രാം ഓർ കോഡ് മെമ്മറി എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമോ അല്ലെങ്കിൽ കോഡ് മെമ്മറി ആയിട്ട് യൂസ് ചെയ്യുന്നത് 4 kilobytes ഓഫ് റോമാണ്. 4 kilobytes റോമാണ് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നുള്ളൂ, പ്രോഗ്രാമിനും വേണ്ടി യൂസ് ചെയ്യുന്നുള്ളൂ അല്ലെങ്കിൽ കോഡിന് വേണ്ടി യൂസ് ചെയ്യുന്നുള്ളൂ. ആ പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള ഡാറ്റ സ്റ്റോർ ചെയ്യാൻ നമുക്ക് എത്ര സ്പേസ് ഉണ്ടെന്ന് നോക്കിയത്, ഓൺലി 128 bytes. ഇത് 128 bytes മാത്രമാണ്. ഇത് 4 kilobytes ഓഫ് റോമാണ്. ഇത് MB അല്ല, കിലോബൈറ്റ്സ് മാത്രമാണ്. അപ്പോൾ ഇതാണ് ആക്ച്വലി എവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്, 8051-ൻ്റെ ആർക്കിടെക്ചറിനകത്ത് യൂസ് ചെയ്യുന്ന മെമ്മറി എന്ന് പറയാം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇത് അഡ്രസ് ലൈൻസ് ഓഫ് 8051 is 16 ബിറ്റ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് 16 ബിറ്റാണ് യൂസ് ചെയ്യുന്നത്. സോ എത്ര മെമ്മറി സ്പേസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും? മാക്സിമം 2⁻16, ദാറ്റ് ഈസ് 64 KB നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ 8051 ക്യാൻ അഡ്രസ് 64 kilobytes of memory at the maximum. At the 8051 can address up to 64 kilobytes of memory. അതാണ് ആക്ച്വലി നമ്മൾ പറയുന്നത്. 16 ലൈൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എത്ര പോസിബിൾ ആണ്? 2⁻16 പോസിബിൾ ആണ്. പക്ഷേ ഇൻറ്റേർണൽ മെമ്മറി നമ്മളിവിടെ എത്ര യൂസ് ചെയ്യുന്നുള്ളൂ? വെറും 16 ലൈൻസ് മാത്രമേ 4 kilobytes മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. നമ്മൾ കഴിഞ്ഞൊരു ദിവസം പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ബിറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ലൊക്കേഷൻസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും? എത്ര ലൊക്കേഷൻസിനെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റും? 2 ലൊക്കേഷൻസിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റും അല്ലേ? ഒരു ബിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അഡ്രസ്സിനകത്ത് ഒരു ബിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര പോസിബിളാണ്? 2 ലൊക്കേഷൻസ് പോസിബിളാണ്. ടു ലൈൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ 2 ബിറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിലോ 4 ലൊക്കേഷൻ പോസിബിളാണ്. 3 ആണെന്നുണ്ടെങ്കിൽ 8, അങ്ങനെ 4 ആണെങ്കിൽ 16, 5 ആണെന്നുണ്ടെങ്കിൽ 32, 6 ആണെന്നുണ്ടെങ്കിൽ 128, 7 ആണെന്നുണ്ടെങ്കിൽ 256, 64, 128, അങ്ങനെ 10 ആണെന്നുണ്ടെങ്കിൽ എത്ര? 10 ബിറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര പോസിബിളാണ്? 1024 ലൊക്കേഷൻസ് പോസിബിളാണ്. അല്ലെങ്കിൽ 1024 ബൈറ്റ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റും. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? 1 kilobytes എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ ഇവിടുത്തെ മെമ്മറി എത്രയാണ്? 4 kilobytes ആണ്. അപ്പോൾ 11 ബിറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ എത്ര പോസിബിളാണ്? 11 ബിറ്റ്സ് ആണെങ്കിൽ 2 kilobytes പോസിബിളാണ്. 2 kilobytes പോസിബിളാണ്. 12 ബിറ്റ്സ് ആണെന്നുണ്ടെങ്കിലാണ് ആക്ച്വലി എത്ര? 4 kilobytes പോസിബിൾ ആകുന്നത്. അപ്പം 4 kilobytes ഓഫ് ഇൻറ്റേർണൽ മെമ്മറിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമുക്ക് എത്ര ബിറ്റ്സ് മതി? അഡ്രസ് ലൈൻസിനകത്ത് 12 ബിറ്റ്സ് മാത്രം മതി. മനസ്സിലായല്ലേ? അപ്പോൾ ഈ 12 ബിറ്റ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 12 ബിറ്റ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇൻറ്റേർണൽ മെമ്മറി ആയിട്ടുള്ള റോമിനെ മുഴുവൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അഡ്രസ്സ് ചെയ്യാൻ പറ്റും. നിങ്ങൾ നോക്കിയാൽ 16 ലൈൻസ് ഉണ്ട്. 16 ലൈൻസ് ഉണ്ടാകുന്ന സമയത്ത് ഇത് A15 ആണ്. ലാസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ A0 ആണെന്നായിരിക്കും. A0 to A16 അല്ലേ? ഇത് മുഴുവൻ ആദ്യം 000 മുതൽ ഈ ബിറ്റ് 0 ആണെന്ന് പറയാം. അപ്പോൾ ഈ എല്ലാ ബിറ്റും 0 ആണ്ട. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. നമ്മൾ എന്ത് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ? 12 ബിറ്റ്സ് വരെ. അപ്പം മുഴുവൻ യൂട്ടിലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലോ ഈ 1, ഇത് 1, ഈ 4 ലൈനും എൻ്റെ 16 ലൈൻസും നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര കിലോ ബിറ്റ്സായി? 64 KB. 64 KB അല്ലേ? 00 മുതൽ 11 വരെ ഈ എൻറ്റയർ ലൈനും 00 മുതൽ 11 വരെ ആകുകയാണെന്നുണ്ടെങ്കിൽ 64 kilobytes ആണ്. പക്ഷെ നമ്മൾ എത്ര യൂസ് ചെയ്യുന്നില്ല? ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. നമ്മൾ എത്ര യൂസ് ചെയ്യുന്നുള്ളൂ? നമ്മളാകെ 4 kilobytes യൂസ് ചെയ്യുന്നുള്ളൂ. 4 kilobytes എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ 4 ബിറ്റ്സ് യൂസ് ചെയ്യുന്നില്ല. ഇവിടെ മുതൽ 111 ഇത്രയാകുമ്പോൾ തന്നെ 4 kilobytes ആയി. അതായത് ദീസ് ലൈൻ റെപ്രസെൻറ്റ്സ് ദീസ് മെമ്മറി സ്പേസ് റെപ്രസെൻറ്റ്സ് എത്രയാണ്?
എത്ര കിലോ ബൈറ്റ്സ് ആണ്? 4K. കിലോബൈറ്റ്സ്. അപ്പം ഇൻറ്റേർണൽ മെമ്മറി നമുക്ക് 4 കിലോബൈറ്റ്സ് ആണ്. അപ്പം ബാക്കിയുള്ള 16 ലൈൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് മാക്സിമം എത്ര പോസിബിളാണ് എൻറ്റയർ 64 കിലോബൈറ്റ്സ് ഓഫ് മെമ്മറിനെ നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ 64 കിലോബൈറ്റ്സ് എന്ത് ചെയ്യുന്നില്ല, ഇൻറ്റേർണൽ മെമ്മറി ഇല്ല, നമുക്ക് ആകെ എന്തേ ഉള്ളൂ 4 കിലോബൈറ്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ബാക്കിയുള്ള 60 KB നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും. സിൻസ് വി ഹാവ് 16 അഡ്രസ് ലൈൻസ്. നമുക്ക് 16 അഡ്രസ് ലൈൻസ് ഉള്ളിടത്തോളം കാലം നമുക്ക് 64 KB യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് ഇൻറ്റേർണൽ മെമ്മറി ആയിട്ട് എത്രയേ ഉള്ളൂ, 4 KB ഉള്ളൂ. അപ്പോൾ എക്സ്റ്റേണലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാക്കിയുള്ള മെമ്മറി വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്, ഇൻ കേസ് ഓഫ് 4 കിലോബൈറ്റ്സ് ഓഫ് റോം the address space is 000 to FFR. നമ്മൾ പറയല്ലേ 12 ലൈൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 4 KB വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. ഇഫ് ദി അഡ്രസ് സ്പേസ് is of the program address exceeds the value, then the CPU will automatically fetch code from the external memory. അപ്പോൾ ഇതിൽ കൂടുതൽ വരികയാണെങ്കിൽ നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യേണ്ടി വരും, എക്സ്റ്റേണൽ മെമ്മറി ആയിട്ട് യൂസ് ചെയ്യേണ്ടി വരും. 4 കിലോബൈറ്റ്സിനേക്കാളും കൂടുതൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ അത്രയും മെമ്മറി നമുക്ക് അഡീഷണൽ വേണ്ടുന്ന മെമ്മറി നമ്മൾ എക്സ്റ്റേണൽ മെമ്മറി ആയിട്ട് യൂസ് ചെയ്യും. ആ എക്സ്റ്റേണൽ മെമ്മറി ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ആക്സസ് ചെയ്യും. അങ്ങനെ എക്സ്റ്റേണൽ മെമ്മറി നമുക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 8051 ഒരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഒരു പിൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ പിന്നാണ് ആക്ച്വലി എന്ത്, EA എക്സ്റ്റേണൽ ആക്സസ് പിൻ. ആ പിൻ എന്തായിരിക്കണം, ഇൻറ്റേർണലി യൂസ് ചെയ്യണം. ആ പിന്ന് നമുക്ക് 0 ആയിരിക്കണം. എക്സ്റ്റേണൽ ആക്സസ് എന്ന് പറഞ്ഞാൽ പിന്നെ EA ബാർ എന്നാണ് ആക്ച്വലി. EA ബാർ അപ്പം എന്തായിരിക്കണം, ആക്റ്റീവ് ലോ സിഗ്നലാണ്. അപ്പം EA ബാർ എന്തായിരിക്കണം, 0 ആയിരിക്കണം. അപ്പോൾ 1 ആണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും, ഇൻറ്റേർണൽ മെമ്മറി യൂസ് ചെയ്യും. EA എന്ന് പറഞ്ഞത് 0 ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താക്കി യൂസ് ചെയ്യാൻ പറ്റും, എക്സ്റ്റേണൽ മെമ്മറി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു സ്ലൈഡ് കൂടെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതാണ് EA എന്ന് പറഞ്ഞ ലൈൻ. ഇവിടെ എക്സ്റ്റേണൽ ആക്സസ് എന്ന് പറഞ്ഞ ഇതാണ് എക്സ്റ്റേണൽ ആക്സസ് എന്ന് പറഞ്ഞാൽ 8051 പിന്നെ. അപ്പോൾ ഈ EA ബാറാണ്, ഇറ്റ്സ് എൻ ആക്റ്റീവ് ലോ സിഗ്നൽ. ആക്റ്റീവ് ലോ സിഗ്നൽ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ദ സിഗ്നൽ ഈസ് ആക്ടിവേറ്റ് വെൻ ഇറ്റ് ഈസ് ലോ. അത് ലോ ആകുമ്പോഴാണ് സിഗ്നൽ എന്ത് ചെയ്യുന്നത്, ആക്ടിവേറ്റ് ചെയ്യുന്നത്. അതർവൈസ് ഇറ്റ് ഈസ് ഇൻആക്റ്റീവ്. അപ്പം EA ബാർ ഹൈ ആകുന്ന സമയത്ത് എക്സ്റ്റേണൽ ആക്സസ് എന്ത് ചെയ്യില്ല, പെർമിറ്റ് ചെയ്യില്ല. ദാറ്റ് മീൻസ് ഇൻറ്റേർണൽ മെമ്മറി മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 4K ഇൻറ്റേർണൽ മെമ്മറി എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇതിനകത്തുള്ള ഇൻറ്റേർണൽ മെമ്മറി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അതിനകത്ത് പ്രോഗ്രാം ഫെച്ച് ചെയ്യുന്നത് എപ്പോഴും ഇതിനകത്തുനിന്നായിരിക്കും, ഈ 4K അന്നായിരിക്കും. അപ്പം എക്സ്റ്റേണൽ അത് എവിടെ മുതലേ ഉള്ളൂ, 0000 മുതൽ 0FFF വരെ, ഇത്രയാണ് 4K എന്ന് പറയുന്നത്. അപ്പം 4K മേലെയുള്ള 64K യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, 64 അല്ല ഇവിടെ 60K ആണ്. ഈ 60K യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 60 ആണ്, 0 ആണ്. 60K യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് 100 മുതൽ FF വരെയുള്ള ബാക്കി യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ we need an external memory and EA bar should be എന്തായിരിക്കണം, ആ സമയത്ത് ഹൈ ആയിരിക്കണം. അത് ഞാൻ നെക്സ്റ്റ് സ്ലിപ്പിൽ കാണിച്ചു തരാം. അപ്പോൾ അവിടെ കണ്ടോ നിങ്ങൾ, EA bar 0 ആണെന്നുണ്ടെങ്കിൽ ഇൻറ്റേർണൽ മെമ്മറി എന്തായിരിക്കും, ഡിസേബിൾഡ് ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, 0000 മുതൽ FF വരെയുള്ള എല്ലാ മെമ്മറി നമുക്ക് എന്തായിട്ട് യൂസ് ചെയ്യാം, എക്സ്റ്റേണൽ മെമ്മറി ആയിട്ട് യൂസ് ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇൻറ്റേർണൽ മെമ്മറി യൂസ് ചെയ്യാം, ബാക്കിയുള്ള മെമ്മറി എന്തായിട്ട് യൂസ് ചെയ്യാം, എക്സ്റ്റേണലി ആയിട്ട് യൂസ് ചെയ്യാം. എക്സ്റ്റേണൽ യൂസ് ചെയ്യുന്നത് എപ്പോഴും നമ്മൾ എക്സ്റ്റേണലി യൂസ് ചെയ്യുന്നുണ്ടോ ആ സമയത്ത് എന്ത് ചെയ്താൽ മതി, EA ബാർ എന്താക്കിയാൽ മതി, EA ബാർ ലോ ആക്കിയാൽ മതി. ഓക്കെ, EA ബാർ ലോ ആകുന്ന സമയത്ത് എന്തായിട്ട് മാറും, എക്സ്റ്റേണൽ മെമ്മറി എന്തായിട്ട് മാറും, ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ നമുക്ക് കിട്ടും. നെക്സ്റ്റ് ഈസ് ഡാറ്റ മെമ്മറി. In 8051, data is stored in separate memory called data memory. 128 bytes of internal RAM is available in original 8051, but most of the 8051 variants are having 256 RAM. 128 MB ആണ് ആക്ച്വലി ഇൻറ്റേർണൽ റാം ആയിട്ടുള്ളത്. ഡാറ്റ സ്റ്റോർ ചെയ്യാനുള്ളത് 128
ബൈറ്റ്സ് ആണ്, ഓൺലി ബൈറ്റ്സ് ആണ് നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ 58 എന്ന് പറഞ്ഞാൽ ഒരു ബൈറ്റാണ്. അങ്ങനത്തെ 128 ബൈറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. 8 ബിറ്റിൻ്റെ 128 8 ബിറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. അത് കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റില്ല, സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ മോസ്റ്റ് ഓഫ് ദി 8051 വേരിയൻസ് ആർ ഹാവിങ് 256 ബൈറ്റ്സ് ഓഫ് റാം. ഒരുവിധം എല്ലാ 8051 അതിനകത്തും 256 ബൈറ്റ്സ് ഓഫ് ഇൻറ്റേർണൽ റാം ഉണ്ടാവും. അതിൻ്റെ ഫസ്റ്റ് ഇപ്പോൾ 256 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര ലൈൻസ് മതി, നമുക്ക് നോക്കി നോക്കൂ. 8 ലൈൻസ് മതി. എന്തിന്, 00 to FF വരെയുള്ള ലൈൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ എൻ്റയർ 256 ലൈൻസിനെ ബൈറ്റ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡ്രസ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനകത്ത് 256 ബൈറ്റ്സിൽ ആദ്യത്തെ 128 ബൈറ്റിനാണ് സംഭവം. 00 to 7FF ഈസ് ഡിവൈഡ് ഇൻ ടു വർക്കിംഗ് രജിസ്റ്റേഴ്സ്, ബിറ്റ് അഡ്രസ്സബിൾ ഏരിയ ആൻഡ് ജനറൽ പർപ്പസ് റാം. ഇത് 4ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് വർക്കിംഗ് രജിസ്റ്റേഴ്സ്, സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന രജിസ്റ്റേഴ്സ് അത് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. വർക്കിംഗ് രജിസ്റ്റർ എന്നാണ് പറയുക. ബിറ്റ് അഡ്രസ്സബിൾ രജിസ്റ്റർ, ബിറ്റ് അഡ്രസ്സബിൾ ഏരിയ. അപ്പോൾ നമുക്ക് സാധാരണ ബൈറ്റ് അഡ്രസ്സബിളാണ് മെമ്മറി എന്ന് പറഞ്ഞാൽ, പക്ഷേ നമുക്ക് ബിറ്റും അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ഉണ്ട്. അതാണ് നെക്സ്റ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ. ഈ 128 ബൈറ്റ്സിനകത്ത്, ഈ 256 ബൈറ്റ്സിനകത്ത് ആദ്യത്തെ 128 ബൈറ്റ്സിനകത്ത് രജിസ്റ്റേഴ്സും വർക്കിംഗ് രജിസ്റ്റേഴ്സും ബിറ്റ് അഡ്രസ്സബിൾ ഏരിയയും ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സൊക്കെയാണ് അതിനകത്തുള്ളത്. ഇൻ ദി ഫസ്റ്റ് 128 ബൈറ്റ്സ് ഓഫ് റാം, അതായത് 000 to 7FF വരെയുള്ള ഫസ്റ്റ് 32 ബൈറ്റ്സ് ഓഫ് മെമ്മറി 00 to 1FF വരെ കൺസിസ്റ്റ് ഓഫ് 32 വർക്കിംഗ് രജിസ്റ്റേഴ്സ് that are organized as a 4 banks with 8 registers in each bank. ഈ ആദ്യത്തെ ഞാൻ പറഞ്ഞു നമുക്ക് ടോട്ടലി എത്ര ബൈറ്റ്സ് ആണ്, 256 ബൈറ്റ്സ് ആണ്. ആ 256ൻ്റെ പകുതിയായിട്ടുള്ള 128 ബൈറ്റ്സ് എന്ന് പറഞ്ഞാൽ, അതായത് നമുക്ക് ഇത് കാണിക്കാം. നമുക്ക് റാം എന്ന് പറഞ്ഞാൽ, ടോട്ടൽ റാം എന്ന് പറഞ്ഞാൽ, ടോട്ടൽ റാം സ്പേസ് എന്ന് പറഞ്ഞാൽ സ്പേസ് എന്ന് പറഞ്ഞാൽ 256. ഇതാണ്, ഇത്രയാണുള്ളത് നമുക്ക്. 256 കുറച്ചുകൂടെ ക്ലിയർ ആയപ്പോഴാണ് 256 ബൈറ്റ്സ്. ഇതിനകത്ത് ഇതിൻ്റെ പകുതിയായിട്ടുള്ള 128 ബൈറ്റ്സിനകത്താണ് നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്യുന്നത്. ആദ്യത്തെ 128 ബൈറ്റ്സിനകത്ത് എന്തൊക്കെയുണ്ട്, വർക്കിംഗ് രജിസ്റ്റർ, നമ്മൾ നേരത്തെ പറഞ്ഞു വർക്കിംഗ് രജിസ്റ്റർ, പിന്നെ ബിറ്റ് അഡ്രസ്സബിൾ ഏരിയ, പിന്നെ എന്താ സ്പെസിഫിക് തന്നെ ബിറ്റ് അഡ്രസ്സബിൾ ഏരിയ, പിന്നെ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ്. ഇത്ര സാധനങ്ങളാണ് അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ 128 ബൈറ്റ്സിനകത്താണ് എന്തുണ്ടായിരുന്നത്, വർക്കിംഗ് രജിസ്റ്റേഴ്സ്, ബിറ്റ് അഡ്രസ്സബിൾ ഏരിയ, ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ്, അല്ലെങ്കിൽ ഇത് നമ്മുടെ സ്ക്രാച്ച് പാഡ് എന്ന് പറയും. ഇപ്പോൾ ഇത്രയും സാധനങ്ങളുണ്ട്. അപ്പോൾ ഇതിനകത്ത് ആദ്യത്തെ 128 ബൈറ്റ്സിനകത്ത് നമ്മൾ പറഞ്ഞു 00 to FF വരെ മതി നമുക്ക് വർക്കിംഗ് രജിസ്റ്റേഴ്സ്. അപ്പം 32 രജിസ്റ്റേഴ്സ് നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, രജിസ്റ്റർ ബാങ്ക്സ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. രജിസ്റ്റർ ബാങ്ക്സ്, അതായത് ഇതിനകത്തുള്ള ആദ്യത്തെ 32 ബൈറ്റ്സ്, ഇപ്പം 128 ബൈറ്റ്സിനകത്തുള്ള 32 ബൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ്, രജിസ്റ്റർ ബാങ്ക് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് 4 രജിസ്റ്റർ ബാങ്ക്സ് ആർ അവൈലബിൾ. 4 രജിസ്റ്റർ ബാങ്ക്സ് ഉണ്ട്. ഈച്ച് ബാങ്ക് കൺസിസ്റ്റ് ഓഫ് 8 രജിസ്റ്റേഴ്സ്. അപ്പം നമുക്ക് 4 രജിസ്റ്റർ ബാങ്ക്, 4 രജിസ്റ്റർ ബാങ്ക് ഉണ്ട്. ഓരോ ബാങ്കിനകത്തും നമുക്ക് 8 ബിറ്റ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന, ഒരു ബൈറ്റ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന 8 രജിസ്റ്റേഴ്സ് അവൈലബിൾ ആണ്. സോ ബാങ്ക് 0 കണ്ടെയ്ൻസ് 8 ബിറ്റ് വൈഡ് ആയിട്ടുള്ള 8 രജിസ്റ്റേഴ്സ് അവൈലബിൾ ആണ്. നെയിംലി
0 R0 R1 R2 R3 R4 R5 R6 ആൻഡ് R7. അതായത് ബാങ്ക് സീറോയിനകത്ത് നമുക്ക് 8 രജിസ്റ്റേഴ്സ് അവൈലബിൾ ആണ്. നെയിംലി R0 R1 R2 R3 R4 R5 R6 and R7. And each R0 to R7 can store up to 8-bit wire. അപ്പോൾ ഓരോ രജിസ്റ്റേഴ്സിനകത്തും R0 ആണെങ്കിലും R7 ആണെങ്കിലും R5 ആണെങ്കിലും അതിനകത്തൊക്കെ നമുക്ക് എത്ര ബിറ്റ്സ് സ്റ്റോർ ചെയ്യാൻ പറ്റും? 8 ബിറ്റ് അല്ലെങ്കിൽ 1 ബൈറ്റ് സ്റ്റോർ ചെയ്യാൻ പറ്റും. സോ ബാങ്ക് സീറോ എന്ന് പറഞ്ഞതിനകത്ത് എത്ര രജിസ്റ്റേഴ്സ് അവൈലബിൾ ആണ്? 8 രജിസ്റ്റേഴ്സ് അവൈലബിൾ ആണ്. ഇതേപോലെ തന്നെ ബാങ്ക് വണ്ണിനകത്ത് അവൈലബിൾ ആണ്, ബാങ്ക് ടൂവിനകത്ത് അവൈലബിൾ ആണ്, ബാങ്ക് ത്രീക്കകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ ടോട്ടൽ ഇത് 8 ബിറ്റ്സ് ഇതിനകത്ത്, ടോട്ടൽ 8 ബിറ്റ്സ് അല്ല 8 രജിസ്റ്റേഴ്സ് ഇതിനകത്ത്, അനദർ 8 രജിസ്റ്റേഴ്സ് ഇതിനകത്ത് വേറൊരു 8 രജിസ്റ്റേഴ്സ്. ആൻഡ് ദിസ് ഈസ് ദി fourth bank, that is bank 3. So totally we have 32 registers. പക്ഷേ 32 നമ്മൾ ഒരേപോലെയല്ല യൂസ് ചെയ്യുന്നത്, ഡിഫറെൻറ്റ് പേർപ്പസിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ക്ലാരിറ്റിയിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ആദ്യത്തെ 128 ബൈറ്റ്സ് ആണ് ഈ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. ഇത്രയാണ് ആദ്യത്തെ 128 എന്ന് പറഞ്ഞാൽ, ഇത്രയും 128 ബൈറ്റ്സ്. ഈ 128 ബൈറ്റ്സിൽ ആദ്യത്തെ 00 to 07 എന്ന് പറഞ്ഞാൽ എന്താണ്? ബാങ്ക് സീറോ ആണ്. ഇതിനകത്ത് 8 രജിസ്റ്റേഴ്സ് നമുക്ക് അപ്പോൾ അവൈലബിൾ ആണ്. ബാങ്ക് വണ്ണിനകത്ത് അനദർ 8 registers, bank 2 another 8 registers, and bank 3 will also consist of 8 bit registers. ഇനി അടുത്തത് അപ്പോൾ എത്രയായി? 32 ബിറ്റ്സ് ആയില്ലേ. അപ്പോൾ 00 to 1 FF വരെ 4 ബാങ്ക്, ഓരോ ബാങ്കിലും 8 രജിസ്റ്റേഴ്സ് അങ്ങനെ. 20 മുതൽ 2FF വരെയുള്ള ഇതിനകത്ത് നമുക്ക് ബിറ്റ് അഡ്രസ്സബിൾ രജിസ്റ്റേഴ്സ് എന്ന് പറയാം. ബിറ്റ് അഡ്രസ്സബിൾ രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ സാധാരണ നമ്മൾ ഒരു ബൈറ്റിനെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ബൈറ്റിനകത്തുള്ള ഓരോ സിംഗിൾ ബിറ്റ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അഡ്രസ്സ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇവിടെ നമുക്ക് ഓരോ ബിറ്റ്സിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അഡ്രസ്സ് ചെയ്യാൻ പറ്റും. അതിനകത്തുള്ള ഇപ്പം 7th ബിറ്റിനെ നമുക്ക് ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അഡ്രസ്സ് ചെയ്യാൻ പറ്റും. അതുപോലെ ഒരു കാര്യം പറയാൻ പറ്റുമോ, ഈ ബാങ്ക് രജിസ്റ്റേഴ്സിനെ നമുക്ക് ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും, അതായത് ഈ 128 ബൈറ്റ്സിനകത്തുള്ള എല്ലാ രജിസ്റ്റേഴ്സിനെയും നമുക്ക് ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്. അതായത് ഈ അഡ്രസ്സ് യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇതിനകത്തുള്ള രജിസ്റ്റേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അഡ്രസ്സ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നെയിം യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രജിസ്റ്ററിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അഡ്രസ്സ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 00 എന്ന് പറഞ്ഞാൽ ബാങ്ക് സീറോയിൽ എന്താണ്? ഒരു R0 എന്ന് പറഞ്ഞാൽ രജിസ്റ്ററാണ്. അപ്പോൾ R0 എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം ആ രജിസ്റ്ററിനെ. ആ സെയിം രജിസ്റ്റർ നമുക്ക് 00 എന്ന് സ്പെസിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ 07 അഡ്രസ്സായിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രജിസ്റ്റർ എന്തായിരിക്കും? R7 ആയിരിക്കും. സപ്പോസ് നമ്മൾ 09 യൂസ് ചെയ്യുകയാണെങ്കിലോ, 09 യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ബാങ്ക് വണ്ണിലെ സെക്കൻഡ് രജിസ്റ്റർ ആയിരിക്കും. ബാങ്ക് വണ്ണിലെ ഫസ്റ്റ് രജിസ്റ്റർ ഏതായിരിക്കും? 08 ആയിരിക്കും. ബാങ്ക് വണ്ണിലെ സെക്കൻഡ് രജിസ്റ്റർ നമ്മൾ പറയാം, അതായത് R1 പറയാം. R1 in second bank is addressable as 09. So 1F എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബാങ്ക് 3യിലെ ഏറ്റവും അവസാനത്തെ രജിസ്റ്റർ ആയിട്ടുള്ള R7 ആയിരിക്കും. സോ R7 in bank 3 is addressable as 17. അപ്പോൾ 17 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്രസ് 17 എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ക്ലിയർ ആണ്, ബാങ്ക് 3യിലെ എന്താണ്? R7 ആണെന്ന് മനസ്സിലാവും. ഇനി ബിറ്റ് അഡ്രസ്സബിൾ രജിസ്റ്റർ നമ്മൾ പറഞ്ഞ ഓരോ അഡ്രസ്സിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ യൂസ് ചെയ്യാൻ പറ്റും. ബിറ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അഡ്രസ്സ് ചെയ്യാൻ പറ്റും. ആൻഡ് ലാസ്റ്റ് 30 to 7FF വരെയുള്ള ഏരിയ നമ്മൾ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സിനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഈ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് നമ്മൾ സ്ക്രാച്ച് പാഡ് ഏരിയ എന്ന് പറയും. നമുക്ക് ടെമ്പററി, അതായത് എക്സിക്യൂഷൻ ടൈമിൽ ടെമ്പററി റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഏരിയയാണ് ആക്ച്വലി ഈ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ആയിട്ടുള്ള ബി രജിസ്റ്റർ അതുപോലത്തെ രജിസ്റ്റേഴ്സൊക്കെ നമുക്ക് ഇവിടെ ഈ ഏരിയയിലാണ് എന്ത് ചെയ്യുന്നത്? പിന്നെ യൂസ് ചെയ്യുന്നത്. സ്ക്രാച്ച് പാഡ് ആയിട്ടുള്ള ഏരിയയിലാണ് യൂസ് ചെയ്യുന്ന ഈ രജിസ്റ്റേഴ്സൊക്കെ. ഇത്രയാണ് ആദ്യത്തെ 128 ബൈറ്റ്സ് എന്ന് പറഞ്ഞാൽ. ഇനി സെക്കൻഡ് 128 ബൈറ്റ്സ് എന്ന് പറഞ്ഞാൽ SFR എന്നാണ് പറയുക, സ്പെഷ്യൽ ഫങ്ഷൻ രജിസ്റ്റേഴ്സ്. ഈ സ്പെഷ്യൽ ഫങ്ഷൻ രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, 8051 നമുക്ക് ഒരുപാട് എന്തുണ്ട്?
പിന്നെ ബിൽട്ടിൻ പിന്നെ പെരിഫറൽസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ടൈമർ ഉണ്ട്, ക്ലോക്ക് ഉണ്ട്, അതുപോലത്തെ IO ഡിവൈസസ് ഉണ്ട്, പോർട്ട് അഡ്രസ് ഉണ്ട്, പോർട്ടുണ്ട്, ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട് ഉണ്ട്, സീരിയൽ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്തൊക്കെ രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യും. ആ രജിസ്റ്റേഴ്സിൻ്റെ ഒക്കെ അഡ്രസ്സ് എന്ന് പറഞ്ഞ സാധനം ഈ ഏരിയയിലാണ് വരുന്നത്. അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, സ്പെഷ്യൽ ഫങ്ഷൻ രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. സ്പെഷ്യൽ ഫങ്ഷൻ രജിസ്റ്റേഴ്സ് ആണ് സെക്കൻഡ് 128 ബൈറ്റ്സിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ടോട്ടലി 128 ബൈറ്റ്സ് ആണ് നമ്മൾ 256 ബൈറ്റ്സ് ആണ് റാം സൈസായിട്ട് യൂസ് ചെയ്യുന്നത്. അതിനകത്ത് ആദ്യത്തെ 00 മുതൽ 128 വരെയുള്ള സ്പേസിനെ നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുന്നത്, 128 മുതൽ 00 മുതൽ സാനഫ് വരെയുള്ള ഏരിയ നമ്മൾ 4 ബാങ്ക്സും, ഓരോ ബാങ്കിനകത്ത് 8 രജിസ്റ്റേഴ്സും, പിന്നെ ബിറ്റ് അഡ്ജസ്റ്റബിൾ രജിസ്റ്റേഴ്സും, പിന്നെ സ്ക്രാച്ച് പാഡ് ഏരിയ ഒക്കെ ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ സെക്കൻഡ് 128 അതായത് അടുത്ത ഹാഫ് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്പെഷ്യൽ ഫങ്ഷൻ രജിസ്റ്റേഴ്സിനായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ഇതിനകത്ത് യൂസ് ചെയ്യുന്ന 8051 യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് പെരിഫറൽസിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ ഇൻറ്റേർണൽ രജിസ്റ്റേഴ്സ്, ഇൻറ്റേർണൽ ഫങ്ഷനാലിറ്റി പെർഫോം ചെയ്യാനുള്ള, അതായത് ഡിഫറെൻറ്റ് ഫങ്ഷനാലിറ്റി പെർഫോം ചെയ്യാനുള്ള അല്ലെങ്കിൽ കോൺഫിഗർ ചെയ്യാനുള്ള ഇൻറ്റേർണൽ രജിസ്റ്റേഴ്സിൻ്റെ അഡ്രസ് സ്പേസ് ആയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഈ അടുത്ത 128 ബൈറ്റ്സ് യൂസ് ചെയ്യുന്നത്. സോ ടോട്ടലി 256 ബൈറ്റ്സ് ആണ് നമ്മൾ ഇതിനകത്തുള്ളത്, നമ്മുടെ റോം സ്പേസിനകത്തുള്ളത്. ഇനി എന്താണ് ഈ സ്പെഷ്യൽ ഫങ്ഷൻ രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ടോട്ടൽ 256 ബൈറ്റ്സ്. അതായത് 128 ബൈറ്റ്സ് എന്ന് പറഞ്ഞാൽ വർക്കിംഗ് രജിസ്റ്റർ, ബിറ്റ് അഡ്രസബിൾ രജിസ്റ്റർ ആൻഡ് ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ്. ഇനി ഇതാണ് ആക്ച്വലി സ്പെഷ്യൽ ഫങ്ഷൻ രജിസ്റ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ്. അതിനകത്ത് ഓരോന്നും സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് എവിടെ മുതലാണെന്ന്. ഇതാണ് അതിൻ്റെ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ റാം അഡ്രസ്. അതിൻ്റെ കറസ്പോണ്ടിങ് രജിസ്റ്ററിൻ്റെ പേരാണ് ഇവിടെ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. ആ രജിസ്റ്ററിൻ്റെ ഫങ്ഷനാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. either you can use the name of this register or you can directly use the address of the register. അതാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. അതെന്താണെന്ന് ഡയറക്റ്റ് അഡ്രസ്സിങ് ആണെന്നും ഇത് ഡയറക്റ്റ് അഡ്രസ്സിങ് ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെയാണ് നമ്മൾ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് അഡ്രസ്സിങ് ആണ് രണ്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അത് ഇവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് പറയാം. ഞാൻ രജിസ്റ്റേഴ്സ് ചെയ്തിരിക്കുന്നത് അക്യുമുലേറ്റർ ആക്ച്വലി അതിൻ്റെ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ A0 ആണ്. രജിസ്റ്റർ B അരിത്തമെറ്റിക് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് F0 എന്നാണ്. ഇതിനകത്ത് അഡ്രസ് എക്സ്റ്റേണൽ മെമ്മറീനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന DP ഹയറും DP ലോവറും എന്ന് പറഞ്ഞ അഡ്രസ്സ് ഉണ്ട്. അതിൻ്റെ അഡ്രസ്സ് 83 and 82 ആണ്. ഇൻട്രപ്റ്റ് എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനുള്ള രജിസ്റ്റർ, ഇൻട്രപ്റ്റ് എനേബിൾ രജിസ്റ്ററാണ് ആക്ച്വലി A8 എന്ന് പറയുന്നത്. നമ്മുടെ ഇൻട്രപ്റ്റ് പ്രയോറിറ്റിക്ക് വേണ്ടിയിട്ടുള്ള രജിസ്റ്ററാണ് എന്ത് IP എന്ന് പറഞ്ഞ രജിസ്റ്റർ. അത് B8-നാണ്. പിന്നെ പോർട്ട് 0, പോർട്ട് 1, പോർട്ട് 2, പോർട്ട് 3 എന്ന് പറഞ്ഞത് 80, 90, A0, B0 എന്നുള്ള വാല്യൂ ആണ്. പിന്നെ പവർ കൺട്രോളിനുള്ള രജിസ്റ്റർ PSW പ്രോഗ്രാം സ്റ്റാറ്റസ് ബോർഡ് എന്ന് പറഞ്ഞാൽ ഫ്ലാഗ് ഇല്ലേ നമ്മുടെ. പിന്നെ സീരിയൽ പോർട്ടിനെ കൺട്രോൾ ചെയ്യലാണ് SBUF എന്ന് പറയുന്നത്. സ്റ്റാക്ക് പോയിൻ്റർ ആയിട്ടുള്ള SPക്ക് ഉള്ള രജിസ്റ്ററാണ് നെക്സ്റ്റ്. പിന്നെ ടൈമറിനെ കൺട്രോൾ ചെയ്യാനുള്ളതാണ് TMOD, TCON എന്ന് പറയുന്ന രജിസ്റ്റേഴ്സ്. ടൈമർ 0 ലോവറും ടൈമർ ഹയർ 0 ആണ്. ടൈമർ 0യുടെ ഹയറുമാണ്. TL0യും TH0യും. TL1 ആൻഡ് TH1 എന്ന് പറഞ്ഞാൽ ടൈമർ 1ൻ്റെ ലോവർ ഓർഡർ അഡ്രസ്സും ലോവർ ബൈറ്റ്സും ഹയർ ബൈറ്റ്സുമാണ്. ആക്ച്വലി അപ്പം ഇത്രയാണ് സ്പെഷ്യൽ ഫങ്ഷൻ രജിസ്റ്റേഴ്സ്. സോ 8051-നകത്ത് 2 ടൈപ്പ് മെമ്മറിയാണ് നമുക്കുള്ളത്. നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. 8051-നകത്ത് 2 ടൈപ്പ് മെമ്മറിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒന്ന് റോം ആൻഡ് സെക്കൻഡ് വൺ ഈസ് റാം. റോം യൂസ് ചെയ്യുന്നത് നമ്മൾ പ്രോഗ്രാം അല്ലെങ്കിൽ കോഡ് സ്റ്റോർ ചെയ്യാനാണെങ്കിൽ ആ പ്രോഗ്രാമിനും കോഡിനും വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമിന് അല്ലെങ്കിൽ കോഡിന് വേണ്ടിയിട്ടുള്ള ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് നമ്മൾ റാമിനകത്തായിരിക്കും. 8051-നകത്ത് 4 കിലോബൈറ്റ്സ് ഓഫ് റോമാണ് നമുക്കുള്ളത് എങ്കിൽ 256 ബൈറ്റ്സ് ഓഫ് റാമാണ് നമുക്ക് ഇതിനകത്തുള്ളത് 8051-നകത്തുള്ളത്.
ഈ 256 ബൈറ്റ്സിനകത്ത് ആദ്യത്തെ 128 ബൈറ്റ്സിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് വർക്കിംഗ് രജിസ്റ്റേഴ്സും ബിറ്റ് അഡ്രസ്സബിൾ രജിസ്റ്ററും പിന്നെ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നെക്സ്റ്റ് 128 ബൈറ്റ്സിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്പെഷ്യൽ ഫങ്ഷൻ രജിസ്റ്റേഴ്സാണ്. സോ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. ബാക്കിയുള്ള ഈ രജിസ്റ്റേഴ്സൊക്കെ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് പഠിക്കുന്ന സമയത്ത് ഫെമിലർ ആകും. താങ്ക് യു.